പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രഭാഷകൻ 43:30. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ബലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ സ്നേഹ ആത്മീയ കൂട്ടായ്മയിൽ ആണ് നമ്മളിപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും തന്നെ മുടക്കം കൂടാതെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് 33 ദിവസം അത് മുടങ്ങാതെ കൂടി കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹം, വലിയൊരു സമർപ്പണം കർത്താവിൽ നിന്ന് നടത്തി നമ്മൾ നേടിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കാര്യം പരിശുദ്ധാത്മ പറയാൻ ഒരു പ്രേരണ തരുന്നുണ്ട്. ഇപ്പം 33 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ടോക്കുകൾ കേൾക്കണം. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരാഴ്ച നേതൃത്വം നൽകുന്ന ശുശ്രൂഷ. അതിനുശേഷം ചെയ്യേണ്ട കാര്യം, ആ ടോക്കുകളെല്ലാം നിങ്ങൾ യൂട്യൂബിൽ സേവ് ചെയ്തിടുകയോ അല്ലെങ്കിൽ അനുവാദം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ 33 ദിവസത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം പിന്നെ ഓരോ ദിവസം ഒരു ടോക്ക് കേൾക്കുക. ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഒരു ടോക്ക് കേൾക്കുക. പിന്നെ അതിനെക്കുറിച്ച് ആ ഒരാഴ്ച മുഴുവൻ ധ്യാനിച്ച് നമ്മുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വരുന്നത്. എന്നിട്ട് പിന്നത്തെ ആഴ്ച അടുത്ത ടോക്ക് കേൾക്കുക. ജീവിതത്തിൽ വളരെ വ്യത്യാസം വരും. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് വലിയൊരു കൂട്ടായ്മയിലാണ് നമ്മൾ ശുശ്രൂഷയിൽ ആയിരിക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. ആമുഖത്തിൽ കേട്ട വചനം കർത്താവിനെ സ്തുതിക്കുന്നതിനെക്കുറിച്ചുള്ള വചനമാണ്. കർത്താവ് വെളിപ്പെടുത്തുകയാണ്, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. ഇപ്പം നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ സ്തുതിച്ചാൽ പോരാ. കർത്താവ് നൽകിയൊരു കഴിവാണ് ഈ സ്വരം, അല്ലേ? സ്വരം കർത്താവ് നൽകിയൊരു കഴിവാണ്. അപ്പോൾ നല്ല സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. കരങ്ങൾ കർത്താവ് നൽകി വലിയൊരു ദാനമാണ്. അപ്പോൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. നമ്മൾ എത്ര സ്തുതിച്ചാലും അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും. വചനത്തിന് ഉള്ളിലേക്ക് ഇറങ്ങാൻ സ്തുതിപ്പൻ്റെ പ്രാർത്ഥന വലിയ അനുഗ്രഹമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല പൈശാചിക വീടുകളും നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബത്തിൽ നിന്നെല്ലാം വിട്ടുപോകും. വലിയൊരു കൃപയാണത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വചന ശുശ്രൂഷിക്കുമ്പോൾ കുറേ സമയം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നത്. നിങ്ങൾക്കതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നതാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി നല്ല സന്തോഷത്തോടെ എല്ലാ കഴിവ് ഉപയോഗിച്ച് ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല 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 ഹല. കർത്താവേ, അങ്ങ് നൽകിയ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ സ്വരം ഉയർത്തി സ്തുതിക്കുന്ന കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന കർത്താവേ. കർത്താവെ, വലിയ സന്തോഷത്തോടെ സ്തുതിക്കുന്ന കർത്താവേ. ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ആരാധിക്കുന്ന കർത്താവേ. ഹല 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 ഹല. കർത്താവേ, അങ്ങ് ഇന്നോളം നൽകിയ അനുഗ്രഹങ്ങൾ അത് ഓർത്തോർത്ത് സ്തുതിക്കുന്ന കർത്താവേ. ഇതുവരെ അങ്ങ് കൈപിടിച്ച വഴികൾ ഓർത്തോർത്ത് സ്തുതിക്കുന്ന കർത്താവേ. അതേസമയം കർത്താവ്, അങ്ങ് നൽകിയ വേദനകൾ, അങ്ങ് നൽകിയ സഹനം, അങ്ങ് നൽകിയ രോഗപീഠകൾ, അങ്ങ് നൽകിയ തകർച്ചകൾ, അതിനെല്ലാം ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. സ്തുതിച്ച് 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 ആരാധിക്കുന്ന സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിക്കാം. കരമടിച്ച് തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി. ഏകനാമം യേശുനാമം, പാവനനാമം സ്തുതിച്ചിടുന്നു.
ഏകനാമം യേശുനാമം പാവനനാമം സ്തുതിച്ചിടുന്നു. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ച് തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, സ്തുതിപ്പിന്റെ വരം, സ്തുതിപ്പിന്റെ കൃപ സമൂഹത്തിലേക്ക് പകർന്ന് നൽകി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ, ഭാഷാവരങ്ങൾ തുറക്കപ്പെടട്ടെ, സ്തുതിപ്പിന്റെ വരങ്ങൾ തുറക്കപ്പെടട്ടെ, വലിയ കൃപയുടെ അഭിഷേകം തുറക്കപ്പെടട്ടെ, മണിക്കൂറുകൾ കർത്താവിനെ സ്തുതിക്കേണ്ട അഭിഷേകം തുറക്കപ്പെടട്ടെ. കർത്താവെ, സ്തുതിപ്പിന്റെ സമയത്ത് സംഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും കർത്താവെ ഇപ്പോൾ അവിടുന്ന് സമൂഹത്തിന് മേൽ വർഷിക്കണമേ. വചനത്തി ശക്തിയ നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ. പാപപരീക്ഷകൾ അകന്നിടട്ടെ. ഹല്ലേലൂയ. തടവറയിൽ സ്ത്രീകന്മാരൊന്നു ചേർന്ന് സ്തുതിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞിടാൻ സ്തുതിച്ചിടുന്നു. തടവറയിൽ സ്ത്രീകന്മാരൊന്നു ചേർന്ന് സ്തുതിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞിടാൻ സ്തുതിച്ചു. കൈകൾ ഉയർത്തി മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ച് തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകനാമം യേശുനാമം പാവനനാമം സ്തുതിച്ചിടുന്നു. ഏകനാമം യേശുനാമം പാവനനാമം സ്തുതിച്ചിടുന്നു. ഏകനാമം ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവേ, ഇപ്പോൾ ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സേവർക്കാൻ വട്ടാരത്തിന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന സഖിയുള്ള വൈദ്യരുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മീയ പിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശുദ്ധരുടെ മുഖ്യോദന്മാരുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശു എന്ന നാമത്തെ ഉയർത്തുന്ന സ്ഥലത്ത് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും സമൂഹത്തിന് മേൽ വർഷിക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന യേശു എന്ന നാമത്തിന്റെ മുൻപിൽ എല്ലാ മുട്ടുകളും മട്ടുക്കുമെന്നുള്ള ഭജനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ തരത്തിലുള്ള സാത്താൻ ബന്ധനങ്ങൾ, പൈശാചിക പീഡകൾ, രോഗപീഡകൾ, തടസ്സങ്ങൾ, ദുർദർശങ്ങൾ, എല്ലാ തരത്തിലും ദുർദർശങ്ങളെയും ഇപ്പോൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ കരങ്ങൾ ഉയർത്ത കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങൾ എവിടുന്ന് കാരണമേ കർത്താവേ, നാളുകളെ കടബാധ്യതകൾ, രോഗപീഠകൾ, ജോലി തടസ്സങ്ങൾ, വിവാഹം നടക്കുന്നില്ല, മക്കൾ ജനിക്കുന്നില്ല, കർത്താവ് ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കർത്താവ് കെട്ടപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സത്യം വിട്ടത് ഭാവിക്കട്ടെ. ഓ കർത്താവ് ദൈവമേ, കൗദാശിക ജീവിതത്തിൽ നിന്ന്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, തിരുസഭാ ജീവിതത്തിൽ നിന്ന്, കർത്താവ് പ്രാർത്ഥനകളിൽ നിന്ന് കർത്താവെ ഒഴിവാൻ നിൽക്കുന്ന ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്ന കർത്താവ്, തിരിച്ചു വരാൻ തക്കവിധം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന കർത്താവ്. ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിരിക്കാം. കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രത്യേകം ഈശോയുടെ നാമത്തിൽ അഭിവാദ്യം ചെയ്യാണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് തുള്ളിച്ചാടി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ ആത്മാന കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അനുഗ്രഹം അവകാശമാക്കാൻ എങ്ങനെ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം, 1 Peter chapter 3 verse 9. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ്ലീഹ ദൈവജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ പലതരത്തിൽ നമ്മൾ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയെ അറിയാൻ നമുക്ക് സാധിച്ചു, അല്ലേ? വചനം അറിയാൻ നമുക്ക് സാധിച്ചു. അതെല്ലാം കർത്താവ് നമ്മളെ പ്രത്യേകം വിളിച്ചത് കൊണ്ടാണ്. ദൈവം വിളിക്കാതെയോ ദൈവത്തിന് വരം ലഭിക്കാതെയോ ഈശോ മിശിഹായെ അറിയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അപ്പം നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിലർ ഇതിനകത്ത് കുടുംബ ജീവിതത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, ചിലർ സമർപ്പണ ജീവിതത്തിലേക്കാണ് വിളിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത്, ചിലരുടെ പൗരോഹിത്യ ജീവിതത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഏത് ജീവിതാന്തസ്സിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വിളിക്കപ്പെട്ടതിൻ്റെ എല്ലാ ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണ്? അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ ബ്ലെസ്സിങ്ങുകളും പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്കറിയാം, കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥന ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് വിമല ഹൃദയ പ്രദക്ഷിണം നടത്തുമ്പോൾ നമ്മളത് എല്ലാ ദിവസവും ചെല്ലുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിന് മധ്യഭാഗത്തുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എന്താണത്? ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകാൻ, അല്ലേ? ഈശോ മിശിഹായുടെ, അപ്പോൾ ബൈബിളിൽ ഈശോ മിശിഹ കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന എത്ര വാഗ്ദാനങ്ങളാണ്! ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ എത്ര വാഗ്ദാനങ്ങളാണ്, എത്ര പ്രോമിസസ് ആണ്, അല്ലേ? അതിനെല്ലാം യോഗ്യരാകാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അപ്പോൾ നമ്മൾ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടായില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ശക്തിയുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന. സ്വർഗം നിഷേധിക്കാത്ത മധ്യസ്ഥമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ സഹായം തേടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് സഹായം തേടുന്നത്? ഈശോ മിശിഹായുടെ അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും പ്രാപിക്കാൻ ഞങ്ങൾക്ക് യോഗ്യരാക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കണം. എൻ്റെ സഹോദരങ്ങൾ, എങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നമ്മൾ യോഗ്യരായി തീരുന്നത്? അതിനെക്കുറിച്ച് ഒരു വെളിച്ചം കിട്ടുന്ന തിരുവചന ഭാഗം കോറിന്തോസുകാർക്കെതിരെ ലേഖനത്തിലുണ്ട്. 2 Corinthians chapter 7 verse 1. 2 Corinthians 7:1. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് കോറിന്തോസ് സഭയോട് പറയുകയാണ്, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ. ഏത് വാഗ്ദാനങ്ങളാണ്? ഏത് വാഗ്ദാനങ്ങളാണെന്ന് തന്നെ തൊട്ട് മുകളിലത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. 2 Corinthians 6 18 വാക്യത്തിൽ കിടക്കുന്നതാണ്. അതിന് തുടർച്ചയായിട്ടാണ് പറയുന്നത്. ഏതാണ് വാഗ്ദാനം? വാഗ്ദാനം ഇതാണ്: ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുകയും ചെയ്യുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു, അല്ലേ? ഞാൻ നിങ്ങൾക്ക് പിതാവ്, നിങ്ങൾ എൻ്റെ പുത്രന്മാരും പുത്രികളും ആയിരിക്കും. എന്നിട്ട് ശ്ലീഹ പറയാണ്, ഇങ്ങനെയുള്ള ഉദാഹരണമാണ്, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് നൂറുകണക്കിന് വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒരു ശുദ്ധീകരണം നമ്മൾ നടത്തി അതിന് നമ്മൾ യോഗ്യരായിട്ട് തീരണം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ യോഗ്യരായിട്ട് തീരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്? അത് ഒന്ന്, ബൈബിളിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന എല്ലാ വചനങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും, അതിന് നമുക്ക് യോഗ്യത വേണം. പിന്നെയോ ദൈവത്തിൻ്റെ മനുഷ്യർ നമ്മളോട് പ്രാർത്ഥിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന് ചില വാഗ്ദാനങ്ങളുണ്ടാവും. ചിലപ്പോൾ ധ്യാനത്തിന് ചെല്ലുമ്പോൾ, ചിലപ്പോൾ സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യർ അവർ പ്രാർത്ഥിച്ച് ദൈവത്തിന് ചില വെളിപാടുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതാ കർത്താവ് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിനക്ക് ഒരു കാര്യം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, നീ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങണം. അതൊരു വാഗ്ദാനമാണ്, അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ മനുഷ്യർ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ, പിന്നെയോ ചിലപ്പോൾ കർത്താവിൻ്റെ കൃപയുള്ള നല്ല നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പം മാതാപിതാക്കന്മാർ ചിലപ്പോൾ നമ്മൾ അനുഗ്രഹിക്കും, അല്ലേ? വിവാഹത്തിൻ്റെ ആ സമയത്ത്, അല്ലെങ്കിൽ അല്ലേ പല കുദാശകളുടെ സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് ആ സമയങ്ങളിലൊക്കെ മാതാപിതാക്കന്മാർ നമ്മളിങ്ങനെ ബ്ലെസ് ചെയ്യും. നീ നന്നായി വരട്ടെ, നിനക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ, നിനക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് പോലെ പലരും അനുഗ്രഹിച്ചിട്ടുണ്ടാവും. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിവിടെ ആദ്യകാലങ്ങളൊക്കെ കൊച്ചത്തിനെ വരുന്ന സമയത്തൊക്കെ വട്ടാഴിച്ചിലേക്ക് എൻ്റെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹം
അനുഗ്രഹം ഉണ്ടാകട്ടെ, നന്നായി വരട്ടെ, നിങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യർ തന്ന അനുഗ്രഹങ്ങളുണ്ട്, ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ വാഗ്ദാനങ്ങളുണ്ട്. അതിലേറ്റവും മുകളിലാണ്, ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് ബൈബിളിൽ കർത്താവ് തന്നെ അരുളി ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ. അപ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കാൻ നമ്മൾ യോഗ്യരായിട്ട് തീരണം. അതിന് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വലിയൊരു വിശുദ്ധീകരണം വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യത്തെ വചനത്തെ കേട്ടത്. അബ്രാഹാം ശരിക്കും പറഞ്ഞ നല്ലൊരു ഉദാഹരണമാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ബൈബിളിൽ നൽകിയിരിക്കുന്ന ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ, വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. 1, ഒരു കാത്തിരിപ്പ് ആവശ്യമുണ്ട്. 2, ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. 3, ഒരു ഒരുക്കം ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ആദ്യം വേണ്ടത് പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം കാത്തിരിപ്പ് ആവശ്യമുണ്ട്. 3-ാമത്തെ കാര്യം ഒരു ഒരുക്കം ആവശ്യമുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അബ്രാഹാം നല്ല ഉദാഹരണമാണ്. അബ്രാഹത്തോട് കർത്താവ് ചില വാഗ്ദാനങ്ങൾ കൊടുത്തു, ചില അനുഗ്രഹങ്ങൾ, ചില പ്രോമിസ് കൊടുത്തു. അപ്പം എന്ത് ചെയ്തു? അബ്രാഹാം പ്രാർത്ഥനയിലാകുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് കാത്തിരിക്കുകയാണ്, അബ്രാഹാത്തിൽ ഒരുങ്ങുകയാണ്. അതെല്ലാം ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയായി. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 7:1 വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. അതൊരു ഒരുക്കമാണ് സഹോദരങ്ങളെ. ഈ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും പ്രാപിക്കാനുള്ള ഒരു ഒരുക്കമാണ്. ഈ ഒരുക്കമുണ്ടെങ്കിൽ അതെല്ലാം, ഈ വാഗ്ദാനം ഉള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരുങ്ങും. ഇപ്പം ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാൾക്ക് പുറത്തൊരു വിദേശ രാജ്യത്ത്, അമേരിക്കയിലോ ജർമ്മനിലോ എവിടെയെങ്കിലും ആകട്ടെ, ഒരു 10 ലക്ഷം രൂപ സാലറിയുള്ള ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലേ? ഒരു മാസം 10 ലക്ഷം കുറവായിരിക്കും, എനിക്കറിയത്തില്ല. എനിവേ 10 ലക്ഷം രൂപ സാലറി ഉള്ള ഒരു ജോലി കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തോട് അവിടുന്ന് ആ കമ്പനി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളൊരു 2-3 മാസത്തേക്ക് മദ്യപിക്കാൻ പാടില്ല. അങ്ങനെ മദ്യപിക്കാൻ പാടില്ല. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ നിങ്ങൾ പിന്നെ ഇങ്ങനെ മദ്യത്തെ മേലെ കൺട്രോളുള്ള ഒരാളാണ്, അങ്ങനെ ഒരു റിസൾട്ട് കിട്ടണം. അതുകൊണ്ട് ആ ടെസ്റ്റിൽ അങ്ങനെ വരാൻ പാടുള്ളൂ, മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 10 ലക്ഷത്തിൻ്റെ വാഗ്ദാനം കട്ടുകയാണ്. ആ രാജ്യത്ത് പോയി അവിടെ താമസിച്ച് ആ ജോലി കിട്ടണം, അങ്ങനെ ഒരു പ്രോമിസ് കിടക്കുന്നുണ്ട്, കിട്ടുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇദ്ദേഹം ആ ഒരു പ്രവൃത്തി വേണ്ടാന്ന് വെച്ച് കാത്തിരിക്കും. അതാണ് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റെഡിയാക്കണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിലുള്ള ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറാതെ പോകുന്നതിൻ്റെ കാരണം, അനേകം പേര് നമ്മളോട് പ്രാർത്ഥിച്ച് പറഞ്ഞിരിക്കുന്ന പല സന്ദേശങ്ങളും നിറവേറാതെ പോകുന്നതിൻ്റെ ഒരു കാരണം, ദൈവത്തിൻ്റെ മനുഷ്യര് നമ്മുടെ തലയൊക്കെ വെച്ച് അനുഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു കാത്തിരിപ്പും ഈ ഒരു ഒരുക്കത്തിൻ്റെ കുറവും കൂടെ വരുന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു വിശുദ്ധി പ്രാപിക്കണം. അതാണ് നമ്മുടെ ഒരുക്കം. പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം. ഒരുക്കം എന്താ? ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധി പ്രാപിക്കണം. ഈ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധി, അതായത് വാഗ്ദാനം പ്രാപിക്കാനുള്ള ഒരുക്കം, അത് പ്രാപിക്കാൻ ബൈബിളിൽ നല്ലൊരു മാർഗം വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് 1 പത്രോസ് 4:1 1 Peter chapter 4:1. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് വെളിപ്പെടുത്താണ്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കൊരായുധമായിരിക്കട്ടെ. വചനത്തിൻ്റെ ആദ്യ ഭാഗത്തെ വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പലതരത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരായുധമാണ് വചനമാകുന്ന ആയുധം, അല്ലേ? വചനമാകുന്ന ആയുധം. ഇപ്പോൾ വേറൊരു ആയുധത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. വചനമാകുന്ന ആയുധം. ഒരായുധം എന്ന് പറയുന്നത് സഹോദരങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ്? ആയുധം എന്ന് പറയുന്നത് 1 നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. 2 നമുക്ക് തിരിച്ച് ശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ആയുധമെന്ന് പറയുന്നത്. അപ്പോൾ വചനമാകുന്നത് ഒരു ആയുധമാണ്. നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, കൃപയിൽ നിലനിൽക്കാൻ, അങ്ങനെയൊക്കെ നിന്ന് പോകാൻ, അല്ലേ? ഒരു പ്രൊട്ടക്ഷൻ. 2 പിശാചിനെതിരെ, തിന്മയ്ക്കെതിരെ, ദുഷ്ടനെതിരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കർത്താവിൻ്റെ വചനം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ,
വലിയൊരു ആയുധമായിട്ട് കർത്താവ് പത്രോസ്ലീഹായിലൂടെ വെളിപ്പെടുത്തുകയാണ്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ഒരു ആയുധമായിരിക്കട്ടെ. വചനമാകുന്ന ആയുധം പോലെ ശരീരത്തിൽ സഹിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന വലിയൊരു ആയുധമാണ്. നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും തിന്മയ്ക്കെതിരെ പൊരുതാനുള്ള വലിയൊരു ആയുധമാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സഹോദരങ്ങളെ, നമ്മൾ സഹിക്കുന്നുണ്ട്, പക്ഷെ ഈശോയുടെ മനോഭാവം ഉണ്ടോ എന്നുള്ളതാണ് വിഷയം, അല്ലേ? ബൈബിളിൽ ഈശോയുടെ മനോഭാവങ്ങളെക്കുറിച്ച് മനോഹരമായ പല വെളിപ്പെടുത്തലുകളും ബൈബിളിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈശോയുടെ ഒരു മനോഭാവം, ആ ഒരു ഉദാഹരണം ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിലും ഒരു മനോഭാവം, ഈശോയുടെ ഒരു മനോഭാവം കാണിച്ചു തരാം. അത് നമ്മൾ വായിക്കുന്നത് ഫിലിപ്പി ലേഖനത്തിലാണ്. ഫിലിപ്പി ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അവിടെ അതിനിങ്ങനെയാണ് കാണുന്നത്: ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഈശോയുടെ ഒരു മനോഭാവമാണ് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതുക. അവനോട് താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൊണ്ട് പരിഗണിക്കണം. ഇത് ഈശോയുടെ മനോഭാവമാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോയുടെ മറ്റൊരു മനോഭാവമാണ് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം, ശരീരത്തിൽ സഹിച്ച ഈശോയുടെ മനോഭാവം. അപ്പോൾ നമുക്ക് സഹിച്ചാൽ പോരാ, ആ സമയത്ത് ഈശോയുടെ മനോഭാവം നമുക്കുണ്ടെങ്കിലേ പറയുന്ന ബ്ലെസ്സിങ്ങുകളൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വട്ടാരച്ചൻ ചിലപ്പോൾ ടോക്കുകളിൽ ഒരു വിശുദ്ധന്റെ കാര്യം പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ ഓർക്കാണ്. ആ വിശുദ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ ആം ഹാപ്പി ലോർഡ്, ഐ ആം ഹാപ്പി. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും ഐ ആം ഹാപ്പി ലോർഡ്, ഐ ആം ഹാപ്പി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള സഹനങ്ങൾ ദൈവം അനുവദിച്ച് തരുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, വലിയ വാഗ്ദാനം പ്രാപിക്കാൻ തക്കവിധം ദൈവം നമ്മളെ ഒരുക്കുകയാണ്. ശരീരത്തിൻ്റെ ആത്മാവിനൊരു വിശുദ്ധീകരണത്തിന് ദൈവം അനുവദിക്കുകയാണ് ചില കാര്യങ്ങളിൽ. അങ്ങനെ ശരിക്കും ശരീരത്തിൽ പീഡനമേറ്റാൽ, ശരീരത്തെ സഹിച്ചാൽ ഉള്ള മെച്ചങ്ങൾ താഴേക്ക് ലിസ്റ്റ് പറഞ്ഞിരിക്കാം. 1-ാമത്തെ മെച്ചം പറയാണ് പാപത്തോട് വിടവാങ്ങും. അതാണ് ആ വചനം പഠിപ്പിക്കുന്നത്, അല്ലേ? എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എത്ര ശ്രമിച്ചിട്ടും ഒഴിഞ്ഞു പോകാത്ത ചില പാപപ്രവണതകളോട് എന്നേക്കുമായി വിട പറയാൻ കർത്താവ് നമ്മളെ ഒരുക്കുന്ന ഒരു രീതിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ശരീരത്തെ ചില സഹനങ്ങൾ, ചില രോഗത്തിൻ്റെ അവസ്ഥകൾ, ചില പ്രത്യേക അവസ്ഥകൾ കർത്താവ് അങ്ങ് അനുവദിച്ചു തരും. ഇപ്പോൾ വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ വിശുദ്ധ ഫൗസ്തീന ഒരു 13-14 വർഷക്കാലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫൗസ്തീനയുടെ ശരീരത്തിൽ കർത്താവ് നേരിട്ട് ഒരു ബെൽറ്റ് കെട്ടിക്കൊടുത്തു. അങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, പിന്നെ ഒരിക്കലും ഈ ഫൗസ്തീനയ്ക്ക് വിശുദ്ധിക്കെതിരെയുള്ള ഒരു പ്രലോഭനമോ ഒരു പാപ സാഹചര്യമോ ഉണ്ടായിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഈ വിശുദ്ധ ഫൗസ്തീന ശരീരത്തിൽ സഹിച്ചതിന് കയ്യും കണക്കുമില്ല. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ സഹിക്കാതെ മരിച്ച ഏത് വിശുദ്ധനാണുള്ളത്, ഏത് വിശുദ്ധയാണുള്ളത്? ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് കർത്താവിൻ്റെ വലിയ വാഗ്ദാനം പ്രാപിക്കാൻ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയൊക്കെ വിശുദ്ധീകരണം നടത്താൻ ബൈബിൾ തന്നെ നൽകിയിരിക്കുന്ന ഒരു രീതിയാണ് സഹോദരങ്ങളെ. പാപത്തോട് വിടവാങ്ങാൻ രീതിയാണ്. അപ്പം ശരീരത്തിൽ ചില സഹനങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോട് ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കുമ്പോൾ 1-ാമത്തെ ബ്ലെസ്സിങ് പാപത്തോട് വിട പറയും. 2-ാമത്തെ ബ്ലെസ്സിങ് നമ്മൾ കാണുന്നത് അതേ ലേഖനത്തിൽ തൊട്ട് താഴത്തെ വാക്യത്തിലാണ്. 1 പത്രോസ് 4:2. അവിടെ വചനം ഇങ്ങനെയാണ് കാണുന്നത്: അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടില്ല. മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, ഒരു പക്ഷേ നമുക്ക് വിടുതൽ കിട്ടേണ്ട മറ്റൊരു മേഖലയാണ് പാപമില്ല, പക്ഷെ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുക. എന്താ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ വായിക്കുന്നത് എഫേസ്യസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എഫേഷ്യൻ ചാപ്റ്റർ 5:4. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞാൽ
എന്താ? ചാബല്യം, ചപലത. അതൊരു മാനുഷിക വികാരമാണ്, ചപലത. ചിലപ്പോൾ കുടുംബത്തിൽ പറയില്ലേ, കൊച്ചു പിള്ളേരെ പോലെ പെരുമാറുന്നേ, ഒരു 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 ചപലത, ചാബല്യം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനും ഫീലിങ്സ്, എല്ലാത്തിനും കരച്ചിൽ, എല്ലാത്തിനും പിടിവാശി, എന്നോട് സ്നേഹമില്ല, അവരോടാണ് സ്നേഹം എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിനും ഒരു മാനുഷിക വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുക. പാവമല്ല, പക്ഷെ മാനുഷിക വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുക. എൻ്റെ സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്താണ്, ശരീരത്തിൽ സഹിക്കാൻ തുടങ്ങിയാൽ 1 പാപത്തോട് വിടവാങ്ങാം, 2 മാനുഷിക വികാരങ്ങൾ കടിമപ്പെടാതെ ജീവിക്കാൻ തക്കവിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും. 3ാമത്തെ ബ്ലെസ്സിംഗ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതേ വചനത്തിൻ്റെ അവസാനത്തിലാണ്, ദൈവഹിതം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള വലിയൊരു പ്രശ്നമാണ്, ഏതാണ് ദൈവഹിതം? അത് വേണോ ഇത് വേണോ, അല്ലേ? അത് ചെയ്യണം, ഇത് ചെയ്യണം, ആ സ്ഥലം മേടിക്കണം, ഈ സ്ഥലം മേടിക്കണം, ആ ബിസിനസ് തുടങ്ങണം, ഈ ബിസിനസ് തുടങ്ങണം, അവിടെ പഠിപ്പിക്കാൻ കുറച്ചിനെ വരണം, ഇവിടെ പഠിപ്പിക്കാൻ വരണമോ? ദൈവഹിതം മനസ്സിലാക്കുക. എൻ്റെ സഹോദരങ്ങളെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെ വിശുദ്ധീകരണം നടക്കുന്നിടത്ത് ദൈവഹിതം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് റോമാ ലേഖനത്തിൽ 12ാമത്തെ അധ്യായത്തിൻ്റെ 2ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ സംഭവിക്കുന്ന ബ്ലെസ്സിംഗ് എന്താ? അടുത്ത വാക്യം, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, നമുക്ക് 100 കണക്കിന് 1000 കണക്കിന് വാഗ്ദാനങ്ങൾ ബൈബിളിലുള്ളതും ദൈവത്തിൻ്റെ മനുഷ്യരും പറഞ്ഞത് പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, കാത്തിരിപ്പ് മാത്രം പോരാ, ഒരു ഒരുക്കം വേണം. ആ ഒരുക്കത്തിന് നമ്മളെ ഒരുപാട് സഹനത്തിലൂടെ ദൈവം നമ്മൾ ഒരുക്കും. ഹെബ്രായ ലേഖനത്തിൽ 10ാമത്തെ അധ്യായത്തിന്റെ 36ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 10:36, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പം 1000കണക്കിന് വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഒരു സഹനശക്തി വേണം, എങ്കിലും ഇത് പ്രാപിക്കാൻ പറ്റുള്ളൂ. എത്ര ക്ലിയർ ആണ് വചനം സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന ആരാധനയുടെ സമയത്ത് കർത്താവിനോട് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന സഹനങ്ങൾ എടുക്കാൻ പറ്റിയില്ല, അത് പാപത്തോട്ട് വിടവാങ്ങാനും അത് മാനുഷിക വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ദൈവഹിതം മനസ്സിലാക്കാനുള്ള അവസരമായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. കർത്താവിനോട് മാപ്പ് ചോദിക്കണം, ഒപ്പം തന്നെ കർത്താവ് പ്രത്യേക കൃപ ചോദിക്കണം. ഈ മേഖലകളിൽ ഒരു കൃപ നേടി ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ ഒരു കൃപ ഈ ആരാധന കർത്താവ് ചൊരിയും. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ഭക്തിയോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടി ആയിരിക്കാം. കർത്താവേ, വചനം വച്ച് ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്ന 1000കണക്കിന് വാഗ്ദാനങ്ങൾ അത് പ്രാപിക്കാൻ തക്കവിധം അങ്ങ് ഞങ്ങളെ ഒരുക്കാൻ വന്നപ്പോൾ ദൈവമേ, അത് മനസ്സിലാക്കാൻ തക്കവിധം ഒരു ജ്ഞാനമില്ലാതെ പോയി. കർത്താവ്, ശരീരത്തിൽ സഹനം വന്നപ്പോൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ കർത്താവെ പരിതപിച്ച സന്ദർഭങ്ങളുണ്ട്. അതിൻ്റെ വേദനകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. നിരാശ, സങ്കടം, ഒരുപാട് പഴിചാരൽ, കുറ്റപ്പെടുത്തൽ. ദൈവമേ, നോളം ഞങ്ങളുടെ മനസ്സിൻ്റെ ആ മേഖലകളെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തണം. ദൈവമേ, ഇനിയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള മുന്നൊരുക്കമാണെന്ന് മനസ്സിലാക്കാൻ തക്കവിധം നിത്യാത്മാവേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ അവിടുന്ന് തുറക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ, നിത്യാത്മാവേ എൻ ഹൃദയം. തിരുരക്തത്താൽ കഴുകണമേ, നിത്യാത്മാവേ എൻ ഹൃദയം. പുതിയൊരു ഹൃദയം നൽകണമേ, ദൈവത്തിനാലയമാക്കണമേ. പുതിയൊരു ഹൃദയം നൽകണമേ, ദൈവത്തിൻ ആലയമാ. കൈ
കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ദൈവത്തിനാ